നിങ്ങൾ ആദ്യമായിട്ടാണ് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ തുടങ്ങുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴാണ് സിവിൽ സർവീസ് പരീക്ഷയെക്കുറിച്ച് ആലോചിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ലേണേഴ്സ് അവതരിപ്പിക്കുന്നു ജേംസ് പ്ലസ്. ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് സിവിൽ സർവീസ് പരീക്ഷയെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും 10 മാസത്തിനുള്ളിൽ തന്നെ മുഴുവൻ സിലബസും പഠിച്ച് മനസ്സിലാക്കി കൃത്യമായിട്ട് ആത്മവിശ്വാസത്തോടെ 2023 സിവിൽ സർവീസ് പരീക്ഷയെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ജേംസ് പ്ലസിലൂടെ നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ളത്. 4 ബാച്ചുകളിലൂടെ ആയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ബാച്ച് ഏപ്രിൽ മാസം 2022 ഏപ്രിൽ മാസത്തിൽ ആരംഭിക്കുകയും ജാനുവരി മാസത്തിൽ കോഴ്സ് കംപ്ലീറ്റ് ആവുകയും ചെയ്യും. അതിനുശേഷം നമ്മുടെ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും ടെസ്റ്റ് സീരീസുകളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. നിങ്ങൾ ഒരു ഏർലി സ്റ്റാർട്ടർ ആണെങ്കിൽ നേരത്തെ തുടങ്ങി നേരത്തെ കംപ്ലീറ്റ് ചെയ്ത് കൂടുതൽ സമയം റിവിഷന് വേണ്ടി ചെലവഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. മറിച്ച് നിങ്ങൾ ഈ ഒരു വർഷത്തെ പ്രിലിമിനറി എഴുതുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ജൂൺ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതായത് ഏകദേശം ജൂൺ 15 കൂടിയായിരിക്കും ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു ജൂൺ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ ഇതിനിടയിലുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ഓരോ ബാച്ചിലും ജോയിൻ ചെയ്യാം. ശ്രദ്ധിക്കുക, ഓരോ ബാച്ചിലും മാക്സിമം 50 സ്റ്റുഡൻസ് അല്ലെങ്കിൽ 50 ഉദ്യോഗാർത്ഥികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ബാച്ച് സൈസ് ലിമിറ്റഡ് ആണ്. നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എത്രയും വേഗത്തിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എത്ര നേരത്തെ ജോയിൻ ചെയ്യുന്നോ അത്രയും നല്ലത് എന്ന് മാത്രമാണ് UPSC സിവിൽ സർവീസ് പരീക്ഷയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളിലൊന്നാണ് ഡെയിലിയുള്ള കറണ്ട് അഫയേഴ്സ് ഡിസ്കഷൻ. ഇവിടെ നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടാവും, അതായത് UPSCക്ക് നമ്മൾ വെറുതെ കുറേ ടോപ്പിക്കുകൾ പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, നമ്മളുടെ പേഴ്സണാലിറ്റി കൂടി ഡെവലപ്പ് ആവാനുണ്ട്. ഈ ഒരു ഭാഗം നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിലാണ് നിങ്ങൾ UPSCയുടെ ഇൻ്റർവ്യൂ സ്റ്റേജിലും മെയിൻ സ്റ്റേജിലും നിങ്ങൾക്ക് ക്ലിയർ ആവാൻ പറ്റാത്തത്. അപ്പോൾ ആ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഡിസ്കഷൻസ് നമ്മൾ ലേണേഴ്സ് നടത്തുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു ഡിസ്കഷൻസ്? ഇവിടെ ഒരു ഫാക്കൽറ്റി വന്നിട്ട് ഡിസ്കഷൻ നടത്തുന്നതാണോ? അല്ല. ഓരോ ദിവസവും ഹിന്ദു ന്യൂസ് പേപ്പറിൽ നിന്ന് വായിക്കേണ്ടതായിട്ടുള്ള വാർത്തകൾ നമ്മൾ ഓൾറെഡി ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ വാർത്തകളിൽ നിന്നും പ്രധാനപ്പെട്ട വാർത്തകൾ ചില സ്റ്റുഡൻസിന്, അതായത് ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് ലിസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ സ്റ്റുഡൻറ്റ് അത് വായിച്ച് മനസ്സിലാക്കി അവർക്ക് മനസ്സിലായ കാര്യം ഒരു വോയിസ് നോട്ടായിട്ട് വൈകുന്നേരം ആ ഒരു ഗ്രൂപ്പിൽ ഇടേണ്ടതായിട്ടുണ്ട്. അതായത് ഇവർക്ക് വേണ്ടി ഒരു പ്രത്യേക ഗ്രൂപ്പ് ഉണ്ട്, ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ട്, ആ ഒരു ഗ്രൂപ്പിൽ ഇടേണ്ടത്. അതിൻ്റെ മേലെയുള്ള ഡിസ്കഷൻ സ്റ്റുഡൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരും. അതിൻ്റെ മേലെ സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നുള്ള വാല്യൂ അഡീഷൻ, എങ്ങനെയാണത് UPSCക്ക് ചോദിക്കുക, എങ്ങനെയാണത് UPSC നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതായത് സ്റ്റുഡൻറ്റിൻ്റെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, എങ്ങനെയാണ് കാര്യങ്ങളെ അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുക, എങ്ങനെയാണ് കാര്യങ്ങളെ നമ്മളുടെ ഒരു UPSC വ്യൂ പോയിന്റിലേക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ള എബിലിറ്റിയെ നമ്മളിവിടെ സഹായിക്കും. നിങ്ങൾ മെയിൻസിൻ്റെയും അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൻ്റെയും ചോദ്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു അനലിറ്റിക്കൽ പവർ ആണ് ആക്ച്വലി UPSC ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പവർ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഡെയിലി ഡിസ്കഷൻസ് സഹായിക്കും എന്നുള്ളതാണ്. ഏതൊരു വിഷയം നിങ്ങൾക്ക് മുന്നിലേക്ക് തന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൻ്റെ മേലെ അഭിപ്രായങ്ങൾ പറയുന്നതിന് വേണ്ടി, അതിൻ്റെ നല്ല ഗുണങ്ങളും അതിൻ്റെ മോശം ഗുണങ്ങളും അതിനുശേഷം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള കൺക്ലൂഷൻ പറയുന്നതിന് വേണ്ടിയിട്ടുള്ള എബിലിറ്റി ഈ ഒരു ഡെയിലി ഡിസ്കഷനിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് മെൻറ്റർഷിപ്പ് എന്ന് പറയുന്നത്. കാരണം UPSC പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ലോങ് ജേണിയാണ്, ഒരു മാരത്തോണാണ്, 1.5 വർഷം നീളുന്നതാണ്. ആ ഒരു ലോങ് ജേണിയിൽ കൃത്യമായിട്ടുള്ള ഗൈഡൻസും കൃത്യമായിട്ടുള്ള വാല്യൂ അഡീഷൻസും അതുപോലെ തന്നെ നിങ്ങളുടെ ആൻസേഴ്സൊക്കെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നന്നായിട്ട് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുക. അതിനു വേണ്ടിയിട്ട് നിങ്ങളെ കെയർ ചെയ്തുകൊണ്ടുള്ള ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ലേണേഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. അത് ജേംസ് പ്ലസിൻ്റെ ഭാഗമാണ്. മന്ത്ലി 1 ടൈം നമ്മുടെ സ്റ്റാഫ് നിങ്ങളെ കോൾ ചെയ്യുന്നതാണ്. എന്നിട്ട് നിങ്ങളുടെ പ്രോഗ്രസ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടോ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ അതെല്ലാം തന്നെ ഈ ഒരു മെൻറ്ററോട് സംസാരിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അതിന് ക്ലാരിഫൈ ചെയ്യുന്നത്, അതായത് ഇത്തരത്തിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ജേണിയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെ മുഴുവൻ ഈ ഒരു മെൻറ്ററുമായിട്ടുള്ള സംസാരത്തിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുകൂടാതെ ഓരോ വീക്കിലും നമ്മൾ വീക്ക്ലി ലൈവ് ആയിട്ടുള്ള റിവ്യൂ പ്രോഗ്രാംസ് വെക്കും. ഓരോ സൺഡേസിലും ഇത്തരത്തിലുള്ള റിവ്യൂ പ്രോഗ്രാംസ് വെക്കുകയും കഴിഞ്ഞ വീക്കിലെ പ്രോഗ്രസ് റിവ്യൂ ചെയ്യുകയും അതിനനുസരിച്ച് നെക്സ്റ്റ് വീക്കിൽ എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു പ്രോഗ്രാം നമ്മൾ ചാർട്ട് ചെയ്യുകയും ചെയ്യും. അതായത് ഓരോ ആഴ്ചയിലും നിങ്ങളുടെ പ്രോഗ്രസ് വിലയിരുത്തപ്പെടും, നിങ്ങൾ ഓരോ ആഴ്ചയിലും പഠിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തപ്പെടും എന്നുള്ളതാണ് ഈ ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് കൂടാതെ വീക്കിലി പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഒരു വീഡിയോ ഡിസ്കഷനായിട്ട് ലൈവ് ഡിസ്കഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. അതായത് ലേണേഴ്സിൻ്റെ സ്റ്റാഫിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വീക്കിലി ഡിസ്കഷൻ, അതും മലയാളത്തിൽ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത്. ആശയങ്ങൾ മനസ്സിലാക്കാം. ഓൾറെഡി കറണ്ട് ഡെയിലി നിങ്ങൾ ഡിസ്കഷൻ ചെയ്ത് നിങ്ങളുടെ എബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിലുള്ള വാല്യൂ അഡീഷൻസ് എല്ലാം തന്നെ ഈ ഒരു വീക്കിലി ഡിസ്കഷൻ വരും. ഇതിൻ്റെ ഭാഗമായിട്ട് PDF നോട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ ആ ഒരു
ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു പ്രിലിംസ് ക്യൂസ് ഉണ്ടാവും. റിവിഷനുള്ള ടൈം തന്നിട്ട് പ്രിലിംസിനുള്ള ക്യൂസ് ഉണ്ടാവും. അതുപോലെ തന്നെ 1 to 2 മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ആയിട്ട് ഓരോ വീക്കിലും എഴുതാനുണ്ടാവും എന്നുള്ളതാണ്. വീക്ക്ലി കറണ്ട് അഫയർ, അങ്ങനെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വിഷയത്തെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വീക്ക്ലി കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എങ്ങനെയാണ് ജേംസ് ക്ലബ്ബിൽ പഠനം നടക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡെയിലി സ്റ്റഡി ടൈം ടേബിൾ ലഭിക്കും. ഓരോ ദിവസവും ഏതൊക്കെ ക്ലാസ്സുകളാണ് കാണേണ്ടത്, ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ഡെയിലി ടൈം ടേബിൾ നിങ്ങൾക്ക് ലഭിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വീക്കിലും വീക്ക്ലി ടാർജറ്റുകൾ ഉണ്ടാവും. ആ ടാർജറ്റുകൾക്ക് ശേഷം മെയിൻസിൻ്റെയും പ്രിലിമിനറിയുടെയും ടെസ്റ്റുകൾ ഉണ്ടാവും. പ്രിലിംസിൻ്റെ ടെസ്റ്റ് ഉണ്ടാവും, മെയിൻസിൻ്റെ ടെസ്റ്റ് ഉണ്ടാവും. മെയിൻസിൻ്റെ ടെസ്റ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സബ്മിഷൻ അനുസരിച്ച് അത് ഇവാലുവേറ്റ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള പേഴ്സണൽ റിവ്യൂ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ടൈം ടേബിൾ അതുപോലെ തന്നെ ക്ലാസ്സുകളും നിങ്ങൾക്ക് ജേംസ് പ്ലസിൻ്റെ ഭാഗമായിട്ട് കിട്ടും. എല്ലാ സബ്ജക്റ്റിനും UPSCക്ക് വേണ്ട എല്ലാ സബ്ജക്റ്റുകളുടെയും ക്ലാസ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. എക്സെപ്റ്റ് ഓപ്ഷനിൽ ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമാണ്. അതുകൊണ്ട് ജനറൽ ആയിട്ട് ഒരു സബ്ജക്റ്റ് ഓപ്ഷനിൽ കൊടുക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ഓപ്ഷണൽ സബ്ജക്റ്റുകൾ അവൈലബിൾ ആയിരിക്കും. അത് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാം. മറിച്ച് എസ്എ, ജനറൽ സ്റ്റഡീസിൻ്റെ 1, 2, 3, 4 അതുപോലെ തന്നെ മാൻഡേറ്ററി പേപ്പേഴ്സ് ആയിട്ടുള്ള ഇംഗ്ലീഷ്, മലയാളം ഇതിൻ്റെ എല്ലാം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ജേംസ് പ്ലസിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എസ്എയെ കുറിച്ച് ഞാൻ പറഞ്ഞു. എസ്എ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയാണ് എഴുതാൻ വേണ്ടി നിങ്ങളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സഹായിക്കും. ഇത്തരത്തിൽ പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വെച്ച് നിങ്ങളുടെ എസ്എ പ്രിപ്പറേഷൻ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അതുവഴി നല്ല എസ്സേസ് എഴുതാനും ആ എസ്സേസ് നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്ത് തിരിച്ചു നൽകുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടി ഈ ഒരു എസ്സേ റൈറ്റിംഗ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട്, അതായത് ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റൽ പ്രോസസ്സാണ് ഫ്രം ദ ഡേ 1 നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. UPSCയുടെ പ്രിലിമിനറിക്ക് വേറെ, മെയിൻസിന് വേറെ, ഇൻ്റർവ്യൂവിന് വേറെയല്ല. ഡേ 1 മുതൽ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും, മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും, പ്രിലിമിനറിക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ നിങ്ങൾ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഒരു 10 മാസം പഠിച്ച് കൃത്യമായിട്ട് റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് UPSC എക്സാം ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. മാൻഡേറ്ററി പേപ്പേഴ്സ് ആയിട്ടുള്ള ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും ക്ലാസ്സുകളും അതുപോലെ തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വളരെ കുറച്ച് മാത്രമേ വീഡിയോസും ക്ലാസ്സുകളും ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ ഒരുപാടൊന്നും പഠിക്കാനില്ല. ജസ്റ്റ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ്, എന്താണ്, എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തരും. അതിനുശേഷം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എഴുതാനുള്ള ഓപ്ഷനും ഉണ്ടാവുന്നതാണ്. അവസാനം നമ്മുടെ 10 മാസത്തെ കോഴ്സ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് പ്രിലിമിനറിയുടെയും മെയിൻസിൻ്റെയും ടെസ്റ്റ് സീരീസ് ലേണേഴ്സ് പ്രിപ്പയർ ചെയ്ത് നൽകുകയാണ്. അപ്പോൾ പ്രിലിമിനറിയുടെ ടെസ്റ്റ് സീരീസ് കഴിഞ്ഞാൽ ആ ഒരു ടെസ്റ്റിൻ്റെ ശേഷം അതിൻ്റെ ഡീറ്റെയിൽഡ് ഇവാലുവേഷൻ മലയാളത്തിലുള്ള എക്സ്പ്ലനേഷൻ സഹിതം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ മെയിൻസിൻ്റെ ടെസ്റ്റുകൾ, അതായത് നമ്മുടെ പ്രിലിമിനറി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ മെയിൻസിൻ്റെ ടെസ്റ്റുകളും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെ മുഴുവൻ നമ്മൾ ആദ്യത്തെ 10 മാസം കൊണ്ട് പരമാവധി പഠിച്ചെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നമ്മുടെ റിവിഷനിലേക്കും അതിനുശേഷം നമ്മുടെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസുകളിലേക്കും പോവുകയാണ്. അപ്പോൾ വളരെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ടൈം ബൗണ്ട് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് ലേണേഴ്സിൻ്റെ ജേംസ് പ്ലസിലൂടെ നിങ്ങൾക്ക് മുന്നിൽ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. മികച്ച ക്ലാസ്സുകളാണ്, മികച്ച സർവീസാണ് ലേണേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സുകൾ കാണുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും UPSC സിവിൽ സർവീസ് എക്സാം എനിക്ക് പറ്റുമോ എന്നുള്ളൊരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ തന്നെ ആ ഒരു സംശയത്തിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. നിങ്ങൾ നന്നായിട്ട് UPSC ആഗ്രഹിക്കുന്ന പോലെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ തടയാൻ UPSCക്കല്ല ഒരാൾക്ക് പോലും പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് സമയമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ സമയം നമ്മൾക്ക് ഓരോ ആൾക്കാർക്കുണ്ട്, അത് നമ്മൾ ഉണ്ടാക്കലാണ്. ആ ഒരു സമയം നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൃത്യമായിട്ട് എഫേർട്ട് ഇടാൻ റെഡി ആണെങ്കിൽ UPSC സിവിൽ സർവീസ് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്തരത്തിൽ UPSC സിവിൽ സർവീസ് പരീക്ഷ 2023 ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ജേംസ് പ്ലസ് നിങ്ങൾക്ക് വലിയൊരു സഹായം തന്നെയായിരിക്കും. ജേംസ് പ്ലസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതാണ്. ജേംസ് പ്ലസിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളെ വലിയ മാറ്റത്തിലേക്ക് നയിക്കും. നിങ്ങളുടെ ഒരിക്കലും നേടാൻ പറ്റില്ല എന്ന് കരുതുന്ന സ്വപ്നം പോലും നിങ്ങളുടെ യാഥാർത്ഥ്യമാകുന്ന ഒരവസ്ഥയിലേക്കാവും. അതായത് നിങ്ങൾ ഏത് ലെവലിലായിരിക്കും, നിങ്ങൾക്ക് വേണ്ടത് ആകെ പ്രവർത്തിക്കാനുള്ള ആഗ്രഹവും, രണ്ടാമത് വേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കാനുള്ള മനസ്സും മാത്രമാണ്. ഇത് രണ്ടും നിങ്ങൾ ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് UPSC സിവിൽ സർവീസ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുള്ള എല്ലാ സഹായവും ലേണേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജേംസ് പ്ലസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കരുതുക.